എടി നീ ഇത് കേക്ക്, ഇന്നലെ സുജിത്തേട്ടന്റെ ലൊക്കേഷനിൽ പോയി. ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് മൂപ്പര് ഡീസന്റ് ആയതാണോന്ന് അറിയില്ല. അയ്യോ, അവിടെ ഇരുന്ന് ഫുൾ ബോറടി ആയിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട. റീടേക്ക് എടുത്ത് പിന്നെ ഷൂട്ടിംഗ് കാണുമ്പോൾ എന്താ ശ്രദ്ധിച്ച എടുക്കുന്നു, പിന്നെ റീടേക്ക് എടുക്കുന്നു. ഇതന്നെ പരിപാടി. കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് മരിച്ച പണി എടുക്കുന്നുണ്ട്. ലൈറ്റ് അങ്ങോട്ട് വെക്കുന്നു, ഇങ്ങോട്ടാക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ കുറെ ആൾക്കാർക്ക് ഒരു പണിയില്ലാണ്ട് ചുമ്മാ ഫോൺ നോക്കിയിരിക്കുന്നു, കഥ പറയുന്നു, അങ്ങനെ. പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റ് ഒരു പെണ്ണില്ലേ, അവളുടെ അടുത്ത് ഞാൻ മെല്ലെ കാര്യങ്ങളൊക്കെ ഒന്ന് കിള്ളാൻ നോക്കി. സുധേട്ടൻ എങ്ങനെയാന്നൊക്കെ ഒന്ന് ചോദിച്ചു. സുധേട്ടൻ ഭയങ്കര സ്വീറ്റാണ്. ഞാൻ ചോദിച്ചു സുധേട്ടൻ എന്താ മൈസൂർ പാക്കാണോന്ന്. പിന്നെ അങ്ങനെ കലി കയറി വന്നു. ഞാൻ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ നിന്നു. ഒന്നും അറിയാൻ പറ്റിയില്ല. സുധേട്ടൻ വിളിക്കാറുണ്ട് ഇടയ്ക്ക്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞു. ആ അമ്മേ, അതെ, മുട്ടുവേദനക്കേ മുട്ടിക്കുളങ്ങര എണ്ണ നല്ലതാ. സുധേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വിനുവിനെ വിട്ടാ ഞാൻ കൊടുത്തയക്കാം കേട്ടോ. ശരിയേ അമ്മയ്ക്ക് മുട്ടുവേദന. അതെ, ഈ ഇന്നലെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ വന്ന പെണ്ണിന്റെ അടുത്ത് എന്തൊക്കെയാ ചോദിച്ചത്? ഞാൻ എന്ത് ചോദിക്കാനാ, ഞാൻ വെറുതെ ആ കുട്ടീനോട് അഭിനയിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. കല്യാണം കഴിച്ചതാണോ, അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണല്ലോ. എന്താ പ്രശ്നം? ഒന്നാമത് തന്നെ ലൊക്കേഷനിൽ കൊണ്ടുവന്നത് തെറ്റ്. എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറയും, സത്യം പറയും. സുചേട്ടന്റെ വർക്കില് ആദ്യമായിട്ടായിരിക്കും അല്ലേ? അല്ല, സുസാറ് 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ നിങ്ങൾ പരിചയമൊക്കെ എങ്ങനെയാ? അത് ഫേസ്ബുക്കില് ഫോട്ടോ കണ്ടപ്പോ എന്നെ വിളിച്ചു. ചേച്ചി, ഞാന് വൈഫാണ് വീണ. ഇന്നലെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ സുചേട്ടൻ എന്തിനെങ്കിലും? രാത്രി ഒരു 11:30 വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ 12:30 തിരിച്ചു വിളിച്ചു. അപ്പൊ എടുത്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ? ആ, വർക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ വിളിക്കാറുണ്ട്. എന്താ കുട്ടിയുടെ അഭിപ്രായം? സുജിത്തേട്ടൻ അയ്യോ ഞങ്ങളോട് എന്ത് സ്വീറ്റ് എന്നറിയോ. പേര് മുഴുവൻ വിളിക്കില്ല. രാഗിണിയെ രാഗി എന്നാണ് വിളിക്കുന്നത്. സോനിയെ സോനു എന്നാണ് വിളിക്കുന്നത്. കാവ്യയെ കാവ്യമോളെ എന്നാണ് വിളിക്കുന്നത്. എനക്ക് എന്തിന്റെ കേടായിരുന്നു ഓളോട് ഇങ്ങനെയൊക്കെ കുത്തി കുത്തി ചോദിക്കാം? നല്ല കാര്യമുണ്ടോ? അതിനൊക്കെ വിഷമായോ? എനിക്കെന്ത് വിഷമോ? വിഷമം എനക്കേ ആവുള്ളൂ. എനിക്കെന്ത് വിഷമം? അല്ല, ഓൾ എന്നോട് ചോദിച്ചേ, ചേച്ചി വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ രാത്രി വിളിക്കലുണ്ടോ, നിങ്ങളെ എങ്ങനെയാ വിളിക്കല്, ഇവിടുത്തെ കുട്ടികളോട് എങ്ങനെയാ പെരുമാറലെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഓക്ക് തലയ്ക്ക് സുഖമില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു.